താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഷിബിലയുടെ കൊലപാതകം പ്രണയവിവാഹത്തിൽ നിന്ന് എങ്ങനെ ചോരക്കളത്തിലേക്ക് എത്തി വിശദമായിട്ട് അന്വേഷിക്കാം. ഈയിടെയായി കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി എന്ന പ്രദേശത്ത് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. താമരശ്ശേരി ഈങ്ങാപ്പുഴ കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മരണപ്പെട്ടിട്ടുള്ള ഷിബിലയുടെയും യാസിറിന്റെയും വീട്. ഇവർ രണ്ടുപേരും കുറച്ചുകാലം പ്രണയത്തിലായിരുന്നു. വീട്ടുകാരും ബന്ധുക്കളും എതിർത്തതിനെ തുടർന്ന് മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു. അങ്ങനെ മറ്റൊരാളുമായി വിവാഹ നിശ്ചയം കഴിയുന്നു. അതിനുശേഷമാണ് യാസിറിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചത്. ഷിബിലയുടെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമായിരുന്നു ഇത്. പക്ഷേ മകൾ ഒളിച്ചോടി പോയതുകൊണ്ടും ഹറാമായിട്ട് ജീവിക്കണ്ട എന്ന് വിചാരിച്ച് ഉപ്പ ഗതികേട് കൊണ്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്തതാണ്. യാസിറും ഷിബിലയും ഒരു വാടക വീട്ടിലാണ് താമസിച്ചു പോന്നത്. അതായത് ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇവർ താമസം മാറിപ്പോയി. ഷിബിലയുടെ വീട്ടുകാർക്ക് യാസിറിനെ ഇഷ്ടമല്ലാത്തതിന് കാരണം ഇയാൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. മാത്രവുമല്ല അല്ലറ ചില്ലറ കേസുകളൊക്കെ ഉള്ള ആളാണ്. യാസിർ ഡ്രഗുകളും മദ്യപിച്ചുമൊക്കെ വന്നിട്ട് ഈ കുട്ടിയെ വല്ലാതെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഈ യാസിറിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കൂൾബാറിൽ നിൽക്കും. പിന്നെ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. യാസിറിന്റെ വീട്ടിൽ ഉമ്മ ഉപ്പ പിന്നെ 3 ആൺമക്കളാണ്. അതിൽ ഇളയ മകനാണ് യാസിർ. ഷിബിലയുടെ ഫാമിലി എടുത്തു നോക്കി കഴിഞ്ഞാൽ ഉമ്മ ഉപ്പ 2 പെൺകുട്ടികളാണ്. അതിൽ ഇളയ മകളാണ് ഷിബില. യാസിറിന് ഏകദേശം ഒരു 26-27 വയസ്സ് കാണും. ഷിബിലയ്ക്ക് 22-23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 4 വർഷങ്ങളോളമായിട്ട് ഇവർ വാടക വീട്ടിൽ താമസിച്ചു വരികയാണ്. വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ ഷിബില ഗർഭിണിയാകുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ആ കുഞ്ഞിനിപ്പോൾ 3 വയസ്സാണുള്ളത്. ഷിബിലയെ കൊണ്ട് ഒരുപാട് കടങ്ങളൊക്കെ എടുപ്പിക്കുകയും ലോൺ എടുപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ലോൺ എടുത്ത് ഒരു ആൾട്ടോ കാറും വാങ്ങിച്ചിരുന്നു. ആ കാറിലാണ് ഷിബിലയുടെ വീട്ടിലേക്ക് വന്നതും ഷിബിലയെ കുത്തി പരിക്കേൽപ്പിച്ചതിന് ശേഷം ആ കാറിൽ തന്നെയാണ് രക്ഷപ്പെടുന്നതും. കടം വാങ്ങിയ ആൾക്കാർ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഈ കടക്കാരെല്ലാം വന്ന് ചോദിക്കുന്നത് ഷിബിലയോടാണ്. കാരണം ഷിബിലയാണല്ലോ കടം മേടിച്ചത്. യാസിർ ജോലിക്കൊക്കെ പോകാറുണ്ട്. പക്ഷെ അയാളുടെ കയ്യിൽ മിച്ചമായിട്ട് പണമൊന്നും കാണില്ല. കിട്ടുന്ന പൈസയിൽ ഭൂരിഭാഗവും മദ്യപിക്കുകയും ഡ്രഗ് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് വീട്ടിൽ വന്ന് ഷിബിലയെ ഉപദ്രവിക്കും. ഈ ഉപദ്രവം സഹിക്കാനാവാതെ വന്നപ്പോഴാണ് ഷിബില കുട്ടിയെയും എടുത്ത് സ്വന്തം കാക്കവയലുള്ള വീട്ടിലേക്ക് പോയത്. സത്യത്തിൽ യാസിറിന്റെ കൂടെ ആ കുട്ടിക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. കുടുംബശ്രീയിൽ നിന്നും മറ്റുമായൊക്കെ ലോൺ എടുപ്പിക്കും. എന്നാലോ അത് അടയ്ക്കുകയില്ല. സ്വന്തം വീട്ടിൽ പോയി പണം മേടിച്ചു കൊണ്ടുവരാൻ പറയും. അയൽക്കാരിൽ നിന്നും കടം വാങ്ങിപ്പിക്കും. എന്നാൽ ഇതൊന്നും കൊടുക്കാൻ അയാൾ തയ്യാറാവുകയുമില്ല. അവരെല്ലാവരും അവളോട് പണം ചോദിച്ചു വരും. അപ്പോഴൊക്കെ ഈ പെൺകുട്ടി ധർമ്മസങ്കടത്തിലാവാറാണ് പതിവ്. അയാൾ പറയുന്ന ആളിൽ നിന്നും കടം വാങ്ങാൻ ഈ പെൺകുട്ടി പോയിട്ടില്ലെങ്കിൽ അടിയും പിടിയുമാണ്. അയാളുടെ ഉപദ്രവം പേടിച്ചാണ് ഇവൾ കടം വാങ്ങാൻ പോവാറ്. കടം കൊടുത്ത ആൾ അത് തിരികെ ചോദിക്കുന്നുണ്ടെന്ന് പറയാനും പറ്റില്ല. അതിനും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കും. വീട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടു കൊടുക്കാനാണ് പറയുക. ഇയാളുടെ ഉപദ്രവം സഹിച്ച് മടുത്താണ് ഇവൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. മാത്രവുമല്ല ഇവൾ വീട് വിട്ടിറങ്ങാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. കുട്ടിക്കും ഷിബിലക്കും മതിയായ ഭക്ഷണം പോലും ലഭിക്കാറില്ല. കുഞ്ഞിന് വേണ്ട ഭക്ഷണത്തെക്കുറിച്ചോ കുഞ്ഞിന് വേണ്ട മരുന്നിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെടുകയും ഉപദ്രവിക്കുകയും ചെയ്യും. അവൾക്കും കുഞ്ഞിനും നല്ല വസ്ത്രം പോലും മേടിച്ചു കൊടുക്കില്ല. അങ്ങനെ ഷിബില സ്വന്തം വീട്ടിലെത്തി ഉപ്പാനോടും ഉമ്മാനോടും കാര്യങ്ങളെല്ലാം പറയുന്നു. ഇനിയും മുന്നോട്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവൾ തീർത്തു പറഞ്ഞു. അപ്പോൾ ഷിബിലയുടെ ഉപ്പ പറഞ്ഞു, ഇനി നീ അങ്ങോട്ട് പോവണ്ട, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അവനെ ഡിവോഴ്സ് ചെയ്യണം. അതിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഏകദേശം ഷഹബാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്ന സമയത്താണ് ഇവർ പോയി കേസ് കൊടുക്കുന്നത്. ഷിബില വിവാഹം കഴിഞ്ഞ അന്നു മുതൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ അവതരിപ്പിക്കുകയും കേസ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ പോലീസുകാർ FIR ഇട്ടില്ല. മാത്രവുമല്ല ഒത്തുതീർപ്പിലൂടെ ഇവരെ നന്നാക്കാനാണ് ശ്രമിച്ചത്. ഇനിയും ഇയാളുടെ കൂടെ പോയാൽ ജീവിതം കഷ്ടത്തിലാകുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. നീ ഉടനെ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഷിബില പോകാൻ തയ്യാറായില്ല. അതിൻ്റെ വാശിക്ക് ഷിബിലയുടെ വസ്ത്രങ്ങളെല്ലാം അയാൾ എടുത്തു കത്തിച്ചു. അതിൻ്റെ വീഡിയോകളും അയച്ചു കൊടുത്തു. അങ്ങനെയാണ് മകളുടെ 3ാമത്തെ ബർത്ത്ഡേ വരുന്നതും അത് ആഘോഷിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ അവൾ പ്രചരിക്കുകയും ചെയ്തത്.
അത് കണ്ട് യാസർ വീണ്ടും പ്രകോപിതനാകുകയായിരുന്നു. ആ ദേഷ്യത്തിലാണ് ഷിബിലയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി തലങ്ങും വിലങ്ങും കുത്തുന്നത്. 17ഓളം വെട്ടേറ്റിട്ടുണ്ട്. കഴുത്തിലെ ആഴമുള്ള മുറിവാണ് മരണത്തിന് കാരണമായത്. ഷിബിലയെ രക്ഷിക്കാൻ ശ്രമിച്ച ഉപ്പാക്കും ഉമ്മാക്കും വെട്ടേറ്റു. യാസറിന്റെ ഉമ്മ പറയുന്നുണ്ട് ചെറിയ സൗന്ദര്യ പിണക്കം മാത്രമേ ഇവർക്കിടയിലുള്ളൂ എന്ന്. ആ ഉമ്മയുടെ മകൻ അവളെ നരകിപ്പിക്കുകയായിരുന്നു വീട്ടിൽ വെച്ച്. അതൊന്നും അറിയാതെയാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്. യാസിർ സ്റ്റേഷനിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കള്ളമാണ്. ഷിബിലയെ യാസിറിനൊപ്പം വിടാത്തത് ഉപ്പ കാരണമാണെന്നാണ് അയാൾ പറയുന്നത്. യാസിറിന്റെ വീടും യാസിറും ഷിബിലയും താമസിക്കുന്ന വാടക വീടും, അതായത് ഷിബിലയുടെ സ്വന്തം വീടുമൊക്കെ അടുത്തടുത്താണ്. മകൾ അനുഭവിക്കുന്ന ഏകദേശ കഥകളൊക്കെ നാട്ടുകാരിൽ നിന്ന് കേട്ട് ഇവളുടെ ഉപ്പക്കറിയാം. ഇപ്പോൾ മകളും കൊച്ചുമകളും അവിടെ നിന്ന് നരകിച്ച് ജീവിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഉപ്പ പിന്നെ ഇയാളുടെ കൂടെ വിടുമോ? ഷിബില അങ്ങേയറ്റം സഹിക്കുകയും അങ്ങേയറ്റം വെറുക്കുകയും ചെയ്തിട്ടാണ് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നത്.